ഏതായാലും ഇന്നത്തെ ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒപ്പം തന്നെ അനാലിസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സർ എത്തുകയാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, യു എസ് സൂചികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് പ്രധാനപ്പെട്ടുള്ള യു എസ് സൂചികളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് സ്കാനിൽ ചാർട്ടൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്ത്. ആ ഒരു ഓൾമോസ്റ്റ് ഒരു ലോ ലെവൽസിൽ തന്നെയാണ് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 280ഓളം പോയിന്റ്സിൻ്റെ ഇടിവിൽ 0.63% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും ശരി, S&P 500 ആണെങ്കിലും ശരി, വളരെ ഫ്ലാറ്റായ രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ? അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ജൂൺ 24 ഓൾ ടൈം ഹൈ നൽകിയത് 4771 പോയിന്റ്. ഇതേ ലെവല് നമുക്ക് പിന്നീട് ഈ വർഷം ജനുവരി 30 ലാസ്റ്റ് വീക്കിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് അതിനുശേഷം മൂന്നാം തവണ അതേ ലെവലിലോട്ട് ഇപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സ് എത്തിച്ചേർന്നിരിക്കുന്നത്. നാച്ചുറലി ദിസ് ഇസ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ട്രിപ്പിൾ ടോപ്പ്. ഈ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ 45,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിന് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്കിലും നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഇപ്പോൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതിന്റെ ഓൾ ടൈം റെക്കോർഡ് ലെവൽസിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 23,000 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് വീണ്ടും നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച പരിശോധിക്കുമ്പോഴേക്കും ക്രൂഡിൻ്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 2.5% മുകളിലൊരു മുന്നേറ്റമായിരുന്നു WTI ക്രൂഡിലും ഒപ്പം തന്നെ ബ്രെൻറ്റിൻ്റെ ക്രൂഡിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഒരു ഫ്ലാറ്റ് ലോട്ടോണിലാണ് എങ്കിൽ പോലും ഒരു ഹൈ ലെവൽസിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. $70 എന്നൊരു നിലയിലേക്ക് US-ൻ്റെ ബ്രെൻറ്റ് ക്രൂഡ് ഉയർന്നൊരു സ്ഥിതിയും കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച യമനിയൻ കപ്പലിൽ ഹൂതികളുടെ അറ്റാക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ടെന്ന് ഓൾമോസ്റ്റ് ഒരു 3 ജീവനുകൾ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള അപ്ഡേഷൻസും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു ട്രംപിൻ്റെ ട്രേഡ് താരിഫ് വാറും ഒക്കെ വീണ്ടും വരുന്നത് ക്രൂഡ് വിപണിയെ സംബന്ധിച്ചിട്ടും അല്പം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമുക്കൊരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ടിന് നല്ല സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $69.50. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു $3 നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാം. കൈവശം ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ $65, അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ സപ്പോർട്ട് $64. സ്വർണത്തിലേക്ക് വരികയാണെങ്കിലും സമാനമായ തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു വെള്ളിയാഴ്ച കാണാൻ സാധിച്ചിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1% അടുത്തൊരു മുന്നേറ്റം നടത്താനായിട്ട് സ്വർണത്തിനും വെള്ളിയാഴ്ച സാധിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 0.94% നേട്ടത്തോടു കൂടി ട്രോയ് ഔൺസിന് $3,354.75 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് എങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രേഡിംഗ് കൊണ്ടുപോകാനായിട്ട് സ്വർണത്തിന് സാധിക്കുന്നുണ്ട്. ആഗോള ഗോൾഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, സ്വർണത്തിന്റെ കേസിലും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് നമ്മളൊരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $3,400. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും $20 മുതൽ $30 നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് $3,285.
ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്തത്. ആ ഒരു ഗ്യാപ്പ് ഒരു പരിധി വരെ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്യാനും ഈ ഒരു ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ വെള്ളിയാഴ്ച ട്രേഡിംഗ് ഡേയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 21,149.85 എന്ന നിലയിൽ ആ ഒരു ഡേ ലോയ്ക്ക് 21,129 എന്നൊരു ഡേ ലോയ്ക്ക് വളരെ അടുത്തുനിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു അല്പം സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്ന ഒരു ബുള്ളിഷ് സെറ്റപ്പ് റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അണ്ടർടോൺ അറ്റ് ദ മൊമെന്റ് ഇസ് എ സൈഡ് വേസ്. നമ്മൾ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 24,900 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇന്ന് നിഫ്റ്റി 50യിലെ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി എത്തുകയാണ് സർ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. പക്ഷേ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത്ര ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആയിരുന്നില്ല വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. 56,754.7 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 56,600 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് 56,350, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്നത് 56,000 പോയിന്റിലെ സപ്പോർട്ട് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 56,000 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നിഫ്റ്റി 50യെ പോലെ തന്നെ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിൽ ഏറ്റവും അധികം നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത് IT ഇൻഡെക്സ് ആയിരുന്നു. പ്രത്യേകിച്ചും TCS പോലെയുള്ള ഓഹരികളുണ്ട്. വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു IT ഓഹരികൾക്ക് തിരിച്ചടിയായത്. ഓൾമോസ്റ്റ് ഒരു 680-ലധികം പോയിന്റ്സിൻ്റെ ഇടിവിലാണ് IT ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഫില്ല് ചെയ്യാനായിട്ടും സാധിച്ചിട്ടില്ല. IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IT ഇൻഡെക്സിന്റെ കേസിൽ ആക്ച്വലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ബെയറിഷ്നെസ് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. സോ ആ ഒരു ട്രെൻഡ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 36,700 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ മാത്രം നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരങ്ങൾ ലഭിക്കും. അറ്റ് ദിസ് പോയിന്റ് പുതിയ പൊസിഷൻസ് IT സെക്ടറിൽ അവോയ്ഡ് ചെയ്യുക. സർ, ഇന്ന് റിസൾട്ട് വരുന്ന മറ്റൊരു IT കമ്പനിയാണ് HCL ടെക്. HCL ടെക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് TCSന് സമാനമായ തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഇപ്പോൾ സ്ട്രീറ്റ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. റവന്യൂവിലും മാർജിനിലും അടക്കം ഒരുപക്ഷെ ഒരു കുറവുണ്ടായേക്കാം. പക്ഷേ കമ്പനിയുടെ ഗൈഡൻസിൽ ആ ഒരു ലോവർ എൻഡിൽ നിന്ന് ഒരുപക്ഷെ ഒരു നേരിയ തോതിൽ ഒരു റൈസും പല അനലിസ്റ്റുകളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓഹരികളിലേക്ക് കിടക്കുകയാണെങ്കിൽ ജൂലൈ 9-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് HCL ടെക് ഓഹരികൾ കാണുന്നത്. HCL ടെക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? HCL ടെക്കിന്റെ കേസിൽ നമ്മൾ TCS, ഇൻഫോസിസ്, വിപ്രോ ഈ 3 മറ്റ് വലിയ ടെക്നോളജി കമ്പനീസിനെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും നല്ല നേട്ടം നൽകിയൊരു സ്റ്റോക്ക് ആയിരുന്നു HCL ടെക്നോളജി, എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ. ബട്ട് HCL ടെക്നോളജിയുടെ കേസിൽ 1,770 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ആ ഒരു റെസിസ്റ്റൻസിലായിരുന്നു നമുക്ക് സെല്ലിംഗ് പ്രഷർ ആരംഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,600 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, ഒപ്പം തന്നെ ഇന്ന് റിസൾട്ട് വരുന്ന മറ്റൊരു കമ്പനിയാണ് ടാറ്റ ടെക്നോളജി. കമ്പനിയുടെ ഒരു പ്രിവ്യൂ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര ആശ്വാസകരമായ തരത്തിലുള്ള നമ്പേഴ്സ് അല്ല പല അനലിസ്റ്റുകൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് ഒരു 30% ഒരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് ദിവസങ്ങളായി ജൂൺ ലാസ്റ്റ് വീക്ക് തൊട്ട് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ
കാണുന്നത്. ടാറ്റ ടെക്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ടാറ്റ ടെക്നോളജി അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഇതിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിക്കുന്ന 594 രൂപ, 594 രൂപയല്ല, അത് ഏപ്രിൽ മാസത്തിലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ടാറ്റ ടെക്നോളജിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 730 രൂപ. 730ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 775, അതിനുശേഷം 800 ആയിരിക്കും. 800 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയ മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ 700 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, അടുത്തതായിട്ട് ചില റെയിൽവേ ഓഹരികളിലേക്കാണ് താങ്കളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആദ്യത്തേത് RVNL സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു ദിവസങ്ങളിലൊക്കെ ആയിട്ട് താങ്കൾ പലപ്പോഴായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടുന്ന ഒരു ഓഹരിയാണ് RVNL എന്നും. പക്ഷേ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 0.7% ഇടിവിലാണ് ഈ ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ട് ജൂൺ 26 ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ട് നഷ്ടത്തിലുമാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. RVNL ഉള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? RVNLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 410 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിനിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 375 രൂപയുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 410ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. മറ്റൊരു ഓഹരി IRFC ആണ്. IRFCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 1.25% ഇടിവിലായിരുന്നു ഓഹരി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു നേരിയ തോതിലുള്ള ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഓഹരിയിൽ കാണാനും സാധിക്കുന്നത്. IRFCയിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? IRFCയുടെ കേസിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 145 രൂപയിൽ 145ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 130ന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അടുത്തതായിട്ട് ടെക്സ്മാക്കോ റെയിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ടെക്സ്മാക്കോയെ സംബന്ധിച്ചിട്ടും ഓൾമോസ്റ്റ് 0.5% ഇടിവിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്മാക്കോ റെയിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടെക്സ് റെയിലിന്റെ കേസിലും സിമിലർ പാറ്റേൺ, ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 176 രൂപ. 176ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 154 രൂപ. അടുത്തായിട്ട് SJVN ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. SJVNനെ സംബന്ധിച്ചിട്ട് മറ്റ് ഓഹരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ ഒരു വെള്ളിയാഴ്ച ഒരു 0.5% നേട്ടത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. SJVN ഓഹരികളിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, SJVNലോട്ട് വരുന്നതിന് മുൻപ് ഒരു റെയിൽവേ സ്റ്റോക്കിനെ കുറിച്ചും കൂടെ ഒരു വ്യൂ നൽകാം. ഇറ്റ് ഈസ് ടിറ്റാഗർ. ടിറ്റാഗറിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് IRFC, RVNL, ടെക്സ് റെയിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചെങ്കിലും ടിറ്റാഗറിന്റെ കേസിൽ വളരെ നേരിയ മൂവ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ 980, സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 920. 980ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. SJVNന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 103. 103ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 108. 108ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 94 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
ഏഞ്ചൽ വണ്ണിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തിലെ ഓൾമോസ്റ്റ് ഒരു 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2678.9 പൈസ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ട്. 90 പൈസ എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏഞ്ചൽ വൺ ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് നമുക്ക് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചക്കിടെ വലിയൊരു നേട്ടമായിരുന്നു നൽകി. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. കൈവശം അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2550 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 2800. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ട്രെൻഡ് റിവേഴ്സൽ നടക്കും. സർ, കഴിഞ്ഞ വീക്കിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഡിഫൻസീവ് മോഡിലേക്ക് മാറിയ ഒരു സെക്ടർ എന്ന് പറയുന്നത്, വീക്കിലെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഡിഫൻസീവ് മോഡിലേക്ക് മാറിയത് നിഫ്റ്റിയുടെ ഫാർമ സൂചികയായിരുന്നു. ഫാർമയിൽ ബന്ധപ്പെട്ടുള്ള ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യം ഗ്രാനുൾസ് ഇന്ത്യയിലേക്കാണ് എത്തുന്നത്. ഗ്രാനുൾസിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച പരിശോധിക്കുമ്പോഴേക്കും ഫാർമ ഓഹരികൾ ഒരു നേരെ തോൽ ഫാർമ സെക്ടറിൽ സൂചികയിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഗ്രാനുൾസിൻ്റെ ഓഹരികൾ 1% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാനുൾസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമുക്ക് ഫാർമ ഇൻഡെക്സിന്റെ കേസിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാനുവൽസിന്റെ സ്പെസിഫിക് കേസിൽ 540 രൂപയിൽ ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് 2 ആഴ്ച മുൻപ് എത്തിയതിനു ശേഷമായിരുന്നു നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 440 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ആഴ്ച ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ ഫാർമ സെക്ടർ നോക്കുമ്പോഴേക്കും 2-3 സ്റ്റോക്സിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിൽ ഒന്ന് ആബോട്ട് ഇന്ത്യ. ആബോട്ട് ഇന്ത്യ ഇസ് എ ഗ്ലോബൽ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഗ്ലാക്സോ മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനി. ഗ്ലാക്സോന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഗ്ലാക്സോയുടെ കേസിൽ 3500 മേജർ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. മേജർ സപ്പോർട്ട് 3120. 3120 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും 2 ഫാർമ സ്റ്റോക്സ് അതിൻ്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. ആദ്യത്തെ ഗ്ലെൻമാർക്ക് ഫാർമ. ഗ്ലെൻമാർക്ക് ഫാർമയുടെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ച ഈ സ്റ്റോക്ക് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിരുന്നു ആൻഡ് നേട്ടം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഈ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റൊരു ഇന്ത്യൻ ഫാർമ കമ്പനിയുടെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ലോറസ് ലാബ്. ലോറസ് ലാബിന്റെ കേസിൽ അണ്ടർടോൺ അഗൈൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 758. നമ്മൾ ടാർഗറ്റായിട്ട് വാച്ച് ചെയ്യേണ്ടത് 820, 835, 850. സർ, അടുത്തതായിട്ട് ഡിഫൻസ് സെക്ടറിലെ HALയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. HALനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 1% ഒരു ഇടിവിലായിരുന്നു HALന്റെ ഓഹരികളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് ഒരു അല്പം ബെയറിഷ് ബയസ് കാണുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4780 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തായിട്ട് ITC ഹോട്ടൽസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ITC ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് ITC ഹോട്ടൽസ് എന്ന് പറയുന്നത്. ITC ഹോട്ടൽസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ITC ഹോട്ടലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. വീക്ക്നെസ് ഒന്നും തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ആണ് നൽകിയത്. സോ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ.
സോ അടുത്തതായിട്ട് നിഫ്റ്റിയിൽ ഏറ്റവും വലിയ ഹെവി വെയ്റ്റ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5% ഇടിവിലായിരുന്നു വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 9, 10, 11 തീയതികളിലായിട്ട് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട്, ആദ്യത്തെ 1470, അതിനെ തുടർന്ന് 1450. 1450 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്നത്തെ ഇൻ ടുഡേസ് സെഷൻ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഹൗസിൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അടുത്തതായിട്ട് ഈ ഒരു സർവീസ് സെക്ടർ അല്ലെങ്കിൽ IT സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാക്സോഫ്റ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണ് ഈ ഒരു സാക്സോഫ്റ്റ് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 2% ഇടിവിലായിരുന്നു സാക്സോഫ്റ്റിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏപ്രിൽ 7 ഡേ ഓൾ ടൈം ലോയിലേക്ക്, ഒരു 52 ലോയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് നടത്താൻ സാധിച്ച ഒരു ഓഹരി കൂടിയാണ് സാക്സോഫ്റ്റ് എന്ന് പറയുന്നത്. സാക്സോഫ്റ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സാക്സോഫ്റ്റിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മാത്രം ഓർക്കണം. സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 260 രൂപ. ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ 260 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 220 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. എനർജി സെക്ടറിലുള്ള ചില ഓഹരികളിലേക്കാണ് എത്തുന്നത്. അതിൽ ആദ്യത്തേത് IREDയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. IREDയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 5.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ക്ലോസിംഗ് കൂടെ നടത്തിയ ഓഹരി കൂടിയാണ് IRED എന്ന് പറയുന്നത്. IREDയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി IREDയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് വെള്ളിയാഴ്ചത്തെ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ള 157 രൂപ ബ്രേക്ക് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 157 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ മാർക്കറ്റിൽ അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് വാരി എനർജീസിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. വാരി എനർജീസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 1.85% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ജൂലൈ 7 മുതൽ ഓൾമോസ്റ്റ് ഒരു 3 ട്രേഡിംഗ് സെറ്റ്സിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു വാരി എനർജീസ് എന്ന് പറയുന്നത്. വാരി എനർജീസിലുള്ള താങ്കളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? വാരി എനർജിയുടെ കേസിൽ 3200 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ ഒരു റെസിസ്റ്റൻസിൽ ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 2890 രൂപയിലായിരിക്കും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ലെറ്റ് us wait for 3200 to be broken. സർ അടുത്തതായിട്ട് ടെക്സ്റ്റൈൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂയിലേക്കാണ് പോകുന്നത്. ആദ്യത്തേത് റെയ്മണ്ട് ലൈഫ് സ്റ്റൈലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ അടുത്ത കാലത്തായിരുന്നു അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് ഒരു ഡീമേർജിങ്ങിന് ശേഷമായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിലെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഹൗവർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 1220 രൂപയിലായിരിക്കണം. ഇന്ന് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ അടുത്തതായിട്ട് വരുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് കാസ്ട്രോൾ ആണ്. കാസ്ട്രോളിനെ സംബന്ധിച്ച് പലപ്പോഴും താങ്കൾ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് കാസ്ട്രോൾ എന്ന് പറയുന്നത്. കാസ്ട്രോൾ ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കാസ്ട്രോളിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 210 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ കിട്ടണമെങ്കിൽ 227 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സർ, അടുത്തായിട്ട് പരാദീപ് ഫോസ്ഫേറ്റ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. പരാദീപ് ഫോസ്ഫേറ്റ്സിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച 1.81% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച പരിശോധിക്കുകയാണെങ്കിലും 0.5% ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. പരാദീപ് ഫോസ്ഫേറ്റ്സിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ്? പരാദീപിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൾമോസ്റ്റ് ഒരു മാസം നീണ്ടു നിന്ന ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 166 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്നും നമുക്ക് 15 രൂപയുടെ നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 155 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ടാറ്റ മോട്ടോഴ്സിലുള്ള ഒരു വ്യൂ കൂടി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാമോ? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 660 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദിസ് ലെവൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് 740 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ചിലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്രസൻറ്റേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നടത്തിയിരിക്കുന്ന അഡ്വൈസുകളോ അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസോ ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്തുമ്പോഴേക്കും കൃത്യമായിട്ടൊരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. ഏതായാലും മാർക്കറ്റ് പ്രസൻറ്റ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.